പ്രിയപ്പെട്ടവരെ അടുത്ത ടോപ്പിക് നെക്സ്റ്റ് ടോപ്പിക് ഹൗ ദ മാർക്കറ്റ് സിസ്റ്റം ഡീൽസ് വിത്ത് റിസ്ക്. Producing goods and service inherently involves risk such as input shortage, changing consumer preference, and unforeseen event like natural disasters. എന്ന് പറഞ്ഞാൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ പല റിസ്കുകളുണ്ട്. ഒന്ന് ഇൻപുട്ട് ഷോർട്ടേജ് ഉണ്ടാവും, ചേഞ്ചിങ് കൺസ്യൂമർ പ്രിഫറൻസ് ഉണ്ടായിരിക്കും. ആളുകൾ ചിലപ്പോൾ നമ്മൾ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലായിരിക്കും, നാളെ ചിലപ്പം അത് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ കൺസ്യൂമറിന്റെ ആവശ്യം മാറാം. ചിലപ്പോൾ അൺഫോർസീൻ ഇവന്റ് നടക്കാം, ചിലപ്പോൾ ചില ഫ്ലഡ് ഉണ്ടായി, അപ്പോൾ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയാനുള്ള കാരണം ഉണ്ടാവും. ടു മാക്സിമൈസ് എക്കണോമിക് പൊട്ടൻഷ്യൽ എ സിസ്റ്റം മസ്റ്റ് എഫക്റ്റീവ്ലി അസസ് ആൻഡ് മാനേജ് ദിസ് റിസ്ക്. ഇത് ആ മാർക്കറ്റിലെ ആ എക്കോണമിയിലെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് ഉണ്ടാകണമെങ്കിൽ ആ സിസ്റ്റം മാക്സിമൈസ് എക്കണോമിക് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ആ സിസ്റ്റം എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് ഈ റിസ്ക് മാനേജ് ചെയ്യുവാനും അസസ് ചെയ്യുവാനും. The market system does this by holding business owners accountable for the financial outcome of their decision. മാർക്കറ്റ് സിസ്റ്റത്തിൽ ബിസിനസ് ഓണേഴ്സ് ആണ് അക്കൗണ്ടബിൾ എന്തിനും ഫിനാൻഷ്യൽ ഔട്ട്കം ഓഫ് ദെയർ ഡിസിഷൻ. അവരൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫിനാൻഷ്യൽ ഔട്ട്കത്തിൽ വളരെ കൃത്യമായിട്ട് അവരെയാണ് ബാധിക്കുന്നത്. ഇഫ് ദേ മാനേജ് റിസ്ക് വെൽ ദേ ക്യാൻ പ്രോസ്പെർ, ഇഫ് നോട്ട് ദേ മേ ഫേസ് സിഗ്നിഫിക്കന്റ് ലോസസ്. അവർ റിസ്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരാം, അല്ലെങ്കിൽ അവർക്ക് ലോസ് ഉണ്ടാകും. ദ പ്രോഫിറ്റ് സിസ്റ്റം, ദ മാർക്കറ്റ് റിലീസ് on a profit and loss system where an entrepreneurial ability direct resource toward productive uses, and entrepreneurs either manage their firms directly or hire professionals to lead decision making. This sector incentive entrepreneurs to make prudent decisions. They reap profit for wise choices but incur loss for poor ones. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ആ സിസ്റ്റത്തിലെ എന്റർപ്രണർ എന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എന്റർപ്രണർ ആണ് റിസോഴ്സ് വളരെ കൃത്യമായിട്ട് പ്രൊഡക്റ്റീവ് യൂസേഴ്സിന് യൂസ് ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് ഫേമിൽ കൃത്യമായിട്ട് ഡയറക്ഷനും അവരുടെ പ്രൊഫഷണൽ സ്കില്ലും എടുത്തു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മാർക്കറ്റ് അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യും. ദിസ് സ്ട്രക്ചർ ഇൻസെന്റീവ് എന്റർപ്രണേഴ്സ് ടു മേക്ക് പ്രിഡന്റ് ഡിസിഷൻ, ദേ റീപ്പ് പ്രോഫിറ്റ്. വളരെ കൃത്യമായിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റിലേക്ക് നയിക്കും. അത് ഇൻകർ ലോസസ് ഫോർ poor ones. ഇൻ കോൺട്രാസ്റ്റ്, command economies lack this accountability. Central planners not face financial consequences of their decision. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് സിസ്റ്റത്തിൽ ഒരു ബിസിനസ് നടത്തുന്ന ആള് എന്താണ്, അവരുടെ ഡിസിഷൻ പാടി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം ഉണ്ടാവും. എന്നാൽ സെൻട്രൽ പ്ലാനിങ്ങിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസിന് അവരെടുക്കുന്ന ഡിസിഷനിലെ നഷ്ടം അവരെ ഫിനാൻഷ്യൽ അവരുടെ സാലറിയെ ഒന്നും ബാധിക്കുന്നില്ല. അത് മനസ്സിലാക്കിയാൽ മതി. ഷീൽഡിംഗ് എംപ്ലോയീസ് ആൻഡ് സപ്ലൈസ് ഫ്രം റിസ്ക്. In the market system, only the owners bear business risk. Market system owners ആണ് റിസ്ക് വഹിക്കുന്നത്. Employees and suppliers are protected by contract that guarantee their wage and payment regardless from profitability. ഇവിടെ ഓണേഴ്സ് ആണ് റിസ്ക് വഹിക്കുന്നത്. അതിൽ എംപ്ലോയേഴ്സോ സപ്ലയേഴ്സോ ഇതിന്റെ റിസ്ക് വഹിക്കുന്നില്ല. അവർ വളരെ അവരുടെ കൃത്യമായിട്ടുള്ള കോൺട്രാക്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഗ്യാരണ്ടി ഉണ്ട് അവരുടെ വേജും പേയ്മെന്റ് റിഗാർഡ് ഫ്രം പ്രോഫിറ്റബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ന്യൂ പിസ്സ പാർലർ investors risk their capital while employees are assured timely payment regardless of the restaurant financial performance. ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങി, ആ ഷോപ്പിൽ അതിലുള്ള ജോലിക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൃത്യമായിട്ട് സാലറി കൊടുക്കേണ്ടി വരും, കച്ചവടം വന്നിട്ടില്ലെങ്കിലും. Okay, this arrangement allows workers and suppliers to focus on their roles without worrying about company's profitability. Dealing with losses. If a firm incurs losses, the owners absorb financial hit. For instance, if the pizza parlor losses $1,500 due to high cost and low revenue, the owner's wealth decreases. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം ലോസ് ഇൻക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഹിറ്റ് ഒരു ഓണേഴ്സ് തന്നെ അബ്സോർബ് ചെയ്യും. ഒരു പിസ്സ കമ്പനിയിൽ എന്ത് $1,500 നഷ്ടം വന്നു, അവിടുത്തെ ഹൈ കോസ്റ്റും ലോ റവന്യൂ എന്തെങ്കിലും അത് ഓവറോൾ വെൽത്ത് ഡിക്രീസ് ചെയ്യും ഓണേഴ്സിന്. വൈൽ എംപ്ലോയീസ് ആൻഡ് സപ്ലൈസ് കണ്ടിന്യൂ ടു റിസീവ് ദെയർ പേയ്മെന്റ് ആസ് അഗ്രീഡ്. മുൻപ് അവർ അഗ്രീഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതലായിട്ട് അവരുടെ സാലറി കിട്ടും. ഇഫ് ലോസസ് persist, owners must decide whether to close the business or invest more fund to recover. അങ്ങനെ ആ സമയത്ത് അതിന്റെ ഓണർക്ക് എന്ത് ഡിസിഷൻ ഒന്നെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ മോർ ഫണ്ട് കൊടുത്തിട്ട് റിക്കവർ ചെയ്യാം. ഓക്കെ, ബെനിഫിറ്റ് ഓഫ് റെസ്ട്രിക്റ്റിംഗ് ബിസിനസ് റിസ്ക് to owners, attracting input by limiting risk exposure to owners. The market system make participation more appealing for workers and suppliers who prefer stable employment and guaranteed payment. അപ്പോൾ ഇവിടെയുള്ള ദിസ് സെക്യൂരിറ്റി ഫെസിലിറ്റേറ്റ് റിസോഴ്സ് അട്രാക്ഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട് എക്കണോമിക് ഇന്നോവേഷൻ ആൻഡ് ഗ്രോത്ത്. ഒരു സിസ്റ്റത്തിൽ മാർക്കറ്റ് സിസ്റ്റത്തിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വർക്കേഴ്സ് സപ്ലൈസ് എന്ത് ചെയ്യും, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റും ഗ്യാരണ്ടീഡ് പേയ്മെന്റും ലഭിക്കണമെന്ന് താല്പര്യം ഉണ്ടാവും. ബിസിനസ് നഷ്ടത്തിൽ വന്നാൽ കമ്പനി കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജോലി പോകും. അതുകൊണ്ട് അവൾ വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോക്കസിങ് അറ്റൻഷൻ.
The profit system concentrates responsibility for risk management on the firm owners who are incentivized to make sound decision about resource allocation. Profit system then concentrate responsibility for risk management അതിനുള്ള ഇത് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഫേം ഓണേഴ്സ് എന്ത് ചെയ്യും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും വർക്ക് ചെയ്യുക. who are incentivized to make sound decision about resource allocation. In contrast, command system diffuse responsibility among multiple governmental layers, leading to lack of personal accountability or poor outcome. കമാൻഡ് സിസ്റ്റത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് അവരുടെ ജോലി നടന്ന് നഷ്ടം വന്നാലും അവർക്ക് അവരുടെ സാലറി കിട്ടുന്നത് കൊണ്ട് അവർ അതിൽ പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് പോർ ഔട്ട്കം ആയിരിക്കും ഉണ്ടായിരിക്കും. ഓവറോൾ ദ മാർക്കറ്റ് സിസ്റ്റം അപ്രോച്ച് to risk fosters innovation, encourage participation and drive economic growth by aligning incentive with redundant decision making. ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.